കഴിഞ്ഞ വർഷം നവംബറിൽ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വിഭാഗമാണെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. ഭീകര സംഘടനകൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ നിരീക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിന്റെ സമിതി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത്. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ അൽ-ഖ്വയ്ദ തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ വർഷം നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപം IED ഘടിപ്പിച്ച വാഹനം പൊട്ടിത്തെറിച്ച് 11 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ അൽ-ഖ്വയ്ദയുടെ പോഷക സംഘടനയായ അൻസാർ ഗസത്തുൽ ഹിന്ദിലെ 10 ഭീകരർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ മെയ് മാസത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ മുൻ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഉമർ ഉൻ നബിയാണ് ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനെന്ന് NIA കണ്ടെത്തിയത്. വർഷങ്ങളായി ജൈവ ആയുധങ്ങൾ വികസിപ്പിക്കാൻ അൽ-ഖ്വയ്ദയും ഇസ്ലാമിക് സ്റ്റേറ്റും തീവ്ര ശ്രമം നടത്തുന്നുണ്ടെന്ന് ഇപ്പോഴത്തെ UN റിപ്പോർട്ട് വെളിപ്പെടുത്തും. സാങ്കേതിക തടസ്സങ്ങൾ കാരണം അവർ അതിൽ പൂർണ്ണമായി വിജയിച്ചിട്ടില്ലെങ്കിലും ഓൺലൈൻ വഴി ഇതിനായുള്ള നിർദ്ദേശങ്ങൾ തീവ്രവാദികൾ ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനം വിദേശത്തുള്ള ISLന്റെ നിർദ്ദേശപ്രകാരം മാരകമായ റിസിൻ എന്ന വിഷാംശം വികസിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഡോക്ടർ ഉൾപ്പെടെ 3 പേരെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു. അൽ-ഖ്വയ്ദയുടെ നേതൃത്വം ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. താലിബാൻ ഭരണകൂടം ഇവർക്ക് ദേശീയ തിരിച്ചറിയൽ രേഖകൾ നൽകിയിട്ടുള്ളത് ഇരു വിഭാഗവും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരം ഭീകര സംഘടനകൾ പണം സമാഹരിക്കുന്നതിനായി വലിയ തോതിൽ ക്രിപ്റ്റോ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ UN ഉപരോധ പട്ടികയിൽ ഡിജിറ്റൽ കറൻസി വിലാസങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. UN രക്ഷാസമിതിയുടെ നിരീക്ഷണ സംഘം ഓഗസ്റ്റ് 10 പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശിലും അൽ-ഖ്വയ്ദ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടിൽ പറയും. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ബംഗ്ലാദേശിലെ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള നിരവധി പേരെ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ മുൻപ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. യുവാക്കളെ ആകർഷിച്ച് ഇത്തരം സ്ലീപ്പർ സെല്ലുകളുടെ ഭാഗം ആക്കാനാണ് ഭീകരർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തിനകത്തും പുറത്തും അൽ-ഖ്വയ്ദയും ISISും നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇവരുടെ രഹസ്യ ഗ്രൂപ്പുകൾ വഴിയുള്ള ആശയവിനിമയങ്ങൾ നിരീക്ഷിക്കാനും യുവാക്കൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തടയാനും അന്വേഷണ ഏജൻസികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും UN രക്ഷാസമിതിയുടെ നിരീക്ഷണ സംഘം വിലയിരുത്തുകയാണ്.